ഇന്ത്യൻ ക്ഷേത്രങ്ങളിലെ പ്രസാദങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് തിരുപ്പതി ലഡു. പ്രസാദം എന്ന വണ്ണം ഭക്തർ തൊഴുകയോടെ സ്വീകരിക്കുന്ന ഈ പ്രസാദത്തിൽ മൃഗക്കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടെങ്കിലോ പ്രശ്നം ഗുരുതരമാവുക തന്നെ ചെയ്യും. മത്സ്യമാംസാദികൾ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിപ്പിക്കുന്നത് സനാതനധർമ്മത്തിന് എതിരാണെന്ന് വിശ്വസിക്കുന്ന അതേ ഭക്തർക്ക് മൃഗക്കൊഴുപ്പടങ്ങിയ പ്രസാദം തിരുപ്പതി ഭഗവാന്റെ പേരിൽ വിതരണം ചെയ്താൽ അതൊരു കൂട്ടം ഭക്തജനങ്ങളുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാകും. കലിയുഗത്തിലെ വെല്ലുവിളികളെ അതിജീവിക്കാൻ മനുഷ്യരാശിയെ സഹായിക്കുന്നതിനായി ഭൂമിയിലേക്ക് ഇറങ്ങിയതാണെന്ന് വിശ്വസിക്കപ്പെടുന്ന മഹാവിഷ്ണുവിന്റെ രൂപമായ വെങ്കടേശ്വരനാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷേത്രം കലിയുഗ വൈകുണ്ഠമെന്നും പ്രതിഷ്ഠയെ കലിയുഗ പ്രത്യക്ഷ ദൈവം എന്നും വിളിക്കുന്നുണ്ട്. സാധാരണ ലഡുവിനേക്കാൾ ഇരട്ടി വലിപ്പമുള്ള ലഡുവാണ് തിരുപ്പതിയിലെ പ്രസാദമായി വിതരണം ചെയ്യുന്നത്. ഗുജറാത്ത് ആസ്ഥാനമായുള്ള കന്നുകാലി ലബോറട്ടറി ലോക പ്രശസ്ത നെയ്യ് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന നെയ്യിൽ പന്നിക്കൊഴുപ്പ്, മത്സ്യ എണ്ണ എന്നിവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതായി ഭരണകക്ഷിയായ തെലുങ്കുദേശം പാർട്ടി അവകാശപ്പെട്ടിരുന്നു. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുമായി മുന്നിലെത്തിയത്. തിരുപ്പതി ലഡു നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നെയ്യിന്റെ സാമ്പിളുകളിൽ പാം ഓയിൽ, മത്സ്യ എണ്ണ, ബീഫ് ഡാലോ, പന്നിക്കൊഴുപ്പ് എന്നിവ ഉൾപ്പെടെയുള്ള വിദേശ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടെന്ന് മൃഗങ്ങളുടെ തീറ്റയും പാലും പാലുൽപ്പന്നങ്ങളും പരിശോധിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച സ്വകാര്യ ലബോറട്ടറി റിപ്പോർട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. നായിഡുവിന്റെ ആരോപണങ്ങൾ പരിശോധിക്കാൻ CBI അന്വേഷണം വേണമെന്ന് YSRCP അധ്യക്ഷനും മുൻ മുഖ്യമന്ത്രിയുമായ ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരിയും സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനുമായ YS ശർമ്മിളയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരുപ്പതി ലഡു തയ്യാറാക്കുന്നതിൽ മുഖ്യമന്ത്രിയും YSRCPയും ഹീനമായ രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് അവർ വിമർശിക്കുന്നത്. പ്രസിദ്ധമായ തിരുപ്പതി ലഡുകളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് ചന്ദ്രബാബു നായിഡു ആരോപണം ഉന്നയിക്കുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണെന്നാണ് മുതിർന്ന YSRCP നേതാവ് B കരുണാകരൻ റെഡ്ഡി നേരത്തെ ആരോപിച്ചിരുന്നത്. YSRCP ഭരണകാലത്ത് ലഡുവിൽ മൃഗക്കൊഴുപ്പുണ്ടെന്ന നായിഡുവിന്റെ ആരോപണം പ്രതിപക്ഷ പാർട്ടിയും അതിന്റെ നേതാവ് YS ജഗനെയും രാഷ്ട്രീയമായ ലക്ഷ്യം വയ്ക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്ന് തിരുപ്പതിയിലെ ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിന്റെ ഔദ്യോഗിക സൂക്ഷിപ്പുകാരൻ TDD ചെയർമാനായി 2 തവണ സേവനമനുഷ്ഠിച്ച റെഡ്ഡി അവകാശപ്പെട്ടിരുന്നു. ഇന്ത്യയിലെമ്പാടുമുള്ള ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി ദേശീയ തലത്തിൽ ഒരു സനാതനധർമ്മ സംരക്ഷണ ബോർഡ് രൂപീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചിരുന്നു. ഒരു ദേശീയ തലത്തിൽ ഒരു സംവാദം എല്ലാ നയരൂപകർത്താക്കളും, മതമേധാവികളും, ജുഡീഷ്യറിയും, പൗരന്മാരും, മാധ്യമങ്ങളും അവരവരുടെ ഡൊമൈനുകളിലും മറ്റെല്ലാവരും ചേർന്ന് നടത്തേണ്ടതുണ്ട്. സനാതനധർമ്മത്തെ ഏത് രൂപത്തിലും അവഹേളിക്കുന്നത് അവസാനിപ്പിക്കാൻ നാം എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നാണ് ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ അവകാശപ്പെടുന്നത്. തിരുപ്പതി ലഡു പ്രസാദത്തിൽ മൃഗക്കൊഴുപ്പ് കലർത്തിയതായി ഭരണകക്ഷിയായ തെലുങ്കുദേശം പാർട്ടി നടത്തിയ വാദത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് YSRCP ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ അവകാശവാദങ്ങൾ സിറ്റിംഗ് ജഡ്ജിയോ ഹൈക്കോടതി നിയോഗിച്ച സമിതിയോ അന്വേഷിക്കണമെന്നാണ് YSRCPക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ആവശ്യപ്പെട്ടത്. അന്ന് വാദം കേൾക്കുമെന്ന് കാണിച്ച് സെപ്റ്റംബർ 25-ന് പൊതുതാൽപര്യ ഹർജി സമർപ്പിക്കണമെന്ന് ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു. അവകാശവാദങ്ങൾ തെറ്റോ പ്രചോദിതമോ ആണെങ്കിൽ കോടിക്കണക്കിന് ഹിന്ദു ഭക്തർ തങ്ങളുടെ വിശ്വാസമായി കളിക്കുന്നവരോട് ക്ഷമിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് എരുതിയിൽ എണ്ണയൊഴിക്കാനും മറന്നില്ല. ക്രൂരതയുടെ അവകാശവാദങ്ങൾ ശരിയാണെങ്കിൽ അത് അന്വേഷിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. തിരുപ്പതി ലഡുവിനെ അവഹേളിച്ചുവെന്ന അവകാശവാദങ്ങൾ ശരിയാണെങ്കിൽ തീർച്ചയായും ഒരു സമ്പൂർണ്ണ അന്വേഷണം നടത്തി കുറ്റവാളികളെ കണ്ടെത്തുകയും ഏറ്റവും ശക്തമായ ശിക്ഷ നൽകുകയും വേണം എന്ന് കോൺഗ്രസിന്റെ മാധ്യമ പബ്ലിസിറ്റി വിഭാഗം മേധാവി പവൻ രേഖൻ പറഞ്ഞു. എന്തായാലും അനേകം ഭക്തരുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഈ പ്രസ്താവനകളിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്നത് കണ്ടെത്തുക തന്നെ വേണം.